മകനെ കാല് മുറിച്ച് കളയണം. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് പൊടിഞ്ഞു പോയി. ഇപ്പം ഞാൻ ആ ഡോക്ടറെ കാണുന്ന ഞാൻ എൻ്റെ ദൈവത്തിന് തുല്യമെന്നല്ല, ഞാൻ ദൈവത്തെ പോലാണ് ഡോക്ടറെ കാണുന്നത്. എൻ്റെ മകൻ്റെ കാല് പോയി, ഈ കാല് മുറിച്ച് കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകൻ ഇപ്പം എണ്ണിച്ച് നടക്കാറാക്കി തന്നിരിക്കുകയാണ്. പുള്ളിക്കും പുള്ളിയുടെ അമ്മയ്ക്കും ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാല് മുറിച്ച് കളയരുത്. എൻ്റെ മോൻ്റെ പേര് റോയി. ഞങ്ങൾ ചിങ്ങോലിലാണ് ഞങ്ങളുടെ വീട്. ചിങ്ങോലി പഞ്ചായത്താണ്. എൻ്റെ മകനെ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി പള്ളിപ്പാട് ജംഗ്ഷനിൽ വെച്ച് ഒരു വണ്ടിയായിട്ട് അപകടം ഉണ്ടായിട്ട് എൻ്റെ മോൻ്റെ കാല് പോയി എന്ന് വേണം പറയാൻ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിടിയുന്ന തന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കണ്ടവരെല്ലാവരും പറഞ്ഞത് എൻ്റെ മകൻ്റെ കാല് പോയി, ഈ കാല് മുറിച്ച് കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുറിച്ച് കളയണമെന്ന് കണ്ട ജനങ്ങൾ മൊത്തവും മുറിച്ച് കളയണം എന്ന് പറഞ്ഞ് എൻ്റെ മോൻ്റെ കാല് ഈ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട്, ഡോക്ടർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ ഡോക്ടറെ കാണുന്ന ഞാൻ എൻ്റെ ദൈവത്തിന് തുല്യമെന്നല്ല, ഞാൻ ദൈവത്തെ പോലാണ് ഡോക്ടറെ കാണുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഈ ഡോക്ടർ എൻ്റെ മകനെ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ ഭാവി തന്നെ പോകുമായിരുന്നു. എൻ്റെ മോൻ്റെ കാല് മുറിച്ച് കളയണം ആ രീതിയിലായി. ആ മകനെയാണ് ഇന്നിപ്പം ഡോക്ടറും ഈ ആശുപത്രിയിലെ സിസ്റ്റർമാരും എല്ലാ ആളുകളും എൻ്റെ മകൻ ഇപ്പം എണ്ണിച്ച് നടക്കാറാക്കി തന്നിരിക്കുകയാണ്. താമസിക്കാതെ എൻ്റെ കുഞ്ഞ് ആ കാല് കുത്തി നടക്കും. ആ പരുവത്തിൽ ഡോക്ടർ, ഇവിടുത്തെ സിസ്റ്റർമാർ, എല്ലാ സ്റ്റാഫുകളും എൻ്റെ മകനെ, കൂടുതലും ICUയിലെ സിസ്റ്റർമാരെ ഞാൻ കൂടുതലായിട്ട് അവർക്ക് ആയിരം നന്ദി ഞാൻ പറയുന്നു. ഒരു സ്വന്തം സഹോദരനോ അല്ലെ ഒരു കൂടപ്പിറപ്പെന്ന ഒന്നും ഏത് രീതിയിൽ അവരെൻ്റെ മകനെ കണ്ടേന്ന് പറഞ്ഞില്ല, അതേ രീതിയിലാണ് ICUയിലെ സിസ്റ്റർമാർ എൻ്റെ മകനെ നോക്കി. അവർ നല്ല രീതിയിൽ എൻ്റെ മകനെ സംരക്ഷിച്ച് എൻ്റെ മകനെ ഇത്രയും ഇതാക്കി. എനിക്ക് സിസ്റ്റർമാരും ഡോക്ടറും എൻ്റെ മോനെ നല്ല രീതിയിലാക്കി എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വേണം എൻ്റെ മോനെ ശുശ്രൂഷിച്ച് നല്ല രീതിയിലാക്കാൻ. ഇത്രയൊക്കെ എൻ്റെ മകനെ അവരൊപ്പിച്ച് നല്ല രീതിയിലാക്കി തന്നതിന് ഡോക്ടർക്കും സിസ്റ്റർമാർക്കും ഈ ആശുപത്രിയിലെ എല്ലാ സ്റ്റാഫന്മാർക്കും ഞാൻ ആയിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ ഡോക്ടർ സാനിയ സലിം, കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജൻ, KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഈ പേഷ്യൻറ്റ് നമ്മളടുത്ത് വന്നത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പുള്ളിയുടെ വലത് കാല് കംപ്ലീറ്റ്ലി ക്രഷ്ഡായിട്ട് ഒരു നിയർ ടോട്ടൽ ആംബ്യൂട്ടേഷൻ എന്നുള്ള രീതിയിലാണ്. അതായത് കാല് ഏകദേശം വിട്ടുപോയി, കാലിലെ എല്ലാ എല്ലിനും പൊട്ടൽ സംഭവിച്ച് മാംസപേശികളും രക്തക്കുഴലും എല്ലാം ഡാമേജ് ആയിട്ട് വളരെ ഒരു കണ്ടാമിനേറ്റഡ് സ്റ്റേജിലാണ് നമ്മളടുത്ത് വന്നത്. അപ്പോൾ വന്ന സമയത്ത് പേഷ്യൻറ്റ് 39 ഇയർ ഓൾഡ് പേഷ്യൻ്റാണ്. അപ്പോൾ പുള്ളിക്കും പുള്ളിയുടെ അമ്മയ്ക്കും ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാല് മുറിച്ച് കളയരുത്, കാല് എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം എന്നുള്ളൊരാവശ്യമായിട്ടാണ് ഞാൻ ഇവരെ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ സെഷൻസ് ഓഫ് ഡിബ്രൈഡ്മെൻറ്റും വൂണ്ട് പ്രിപ്പറേഷനും ഫ്രാക്ചർ ഫിക്സേഷനും എല്ലാം ചെയ്തിട്ട് ഒരു മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് സർജറിയാണ് ചെയ്തത്. ഈ മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മാംസപേശികളോ അല്ലെങ്കിൽ എല്ലുകളോ ഒക്കെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ട്യൂമർ മൂലമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അവിടെ ഒരു ഡിഫക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഉള്ളൊരു ഓപ്ഷൻ എല്ലാവരും കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ മുറിച്ച് കളയുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ കയ്യോ കാലോ ഒക്കെ ആണെങ്കിൽ അത് മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻസ് പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയറാണ് മൈക്രോവാസ്കുലർ ഫ്രീ ഫ്ലാപ്പ് മൈക്രോവാസ്കുലർ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരീരത്തിലെ മറ്റൊരു സ്ഥലത്ത് നിന്ന് മാംസത്തിനോടൊപ്പം തന്നെ എല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാംസവും എല്ലും അവിടുത്തെ ആർട്ടറിയും വെയിനും, അതായത് രക്തക്കുഴലോടുകൂടി ചേർത്ത് എടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ മറ്റേ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഡിഫക്റ്റ് കവർ ചെയ്യുകയും രക്തയോട്ടം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് വീണ്ടും കാലോ കയ്യോ ഒക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ സർജറി നമുക്ക് കൈ കാല് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഫങ്ഷണലിയും പേഷ്യൻറ്റിനെ നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ആക്സിഡൻറ്റ് മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡീപ്പായിട്ട് വൂൺസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വൂൺസ് ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നിയർ ടോട്ടൽ ആംബ്യൂട്ടേഷൻ ആണ് നിങ്ങൾ എക്സ്ട്രീമിറ്റീസിന് സംഭവിക്കുന്ന സമയത്ത്, നിങ്ങളെപ്പോഴും ഒരു പ്ലാസ്റ്റിക് സർജറി ഫെസിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സാൽവേജ് ഓപ്ഷൻ ഉള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സെൻറ്ററിൽ കൺസൾട്ട് ചെയ്യാൻ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള വളരെ ക്രഷ്ഡ് ആയിട്ടുള്ള വൂൺസ് പോലും നമുക്കിങ്ങനെ നൂതനമായുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമുക്ക് ലിംസ് സേവ് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്.